വിനാശകരമായ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നവരോടുള്ള അടുപ്പത്തിന്റെയും കരുതലിന്റെയും അടയാളമായി ഫ്രാൻസിസ് മാർപ്പാപ്പ യുക്രൈനിലെ ആശുപത്രിക്ക് മൂന്നാമത്തെ ആംബുലൻസ് സംഭാവന നൽകി. മാർപ്പാപ്പയുടെ ദാനധർമ്മങ്ങളുടെ ഉത്തരവാദിത്വം വഹിക്കുന്ന കർദിനാൾ കോൺറാഡ് ക്രെജസ്കി ആംബുലൻസ് യുക്രൈന് കൈമാറും. ആംബുലൻസ് ഫ്രാൻസിസ് പാപ്പ വെഞ്ചരിച്ചതായി ഡിക്കാസ്ട്രി ഫോർ ചാരിറ്റി പത്രക്കുറിപ്പിൽ അറിയിച്ചു. ഫ്രാൻസിസ് പാപ്പായുടെ നിർദ്ദേശപ്രകാരം ഭക്ഷ്യവസ്തുക്കളും അവശ്യ സാധനങ്ങളും തെർമൽ ഉടുപ്പുകളും ജനറേറ്ററുകളും ആംബുലൻസുകളും മരുന്നുകളും ഉൾപ്പെടെ ഒത്തിരിയേറെ സഹായം വത്തിക്കാൻ നേരത്തെയും യുക്രൈനിൽ എത്തിച്ചിരുന്നു. കൊടിയ ചൂടിനെ അവഗണിച്ച് റോമിലെ തെരുവീതിയിൽ പ്രോലൈഫ് പ്രവർത്തകരുടെ റാലിയിൽ അനേകരുടെ പങ്കാളിത്തം. ജൂൺ 22-ന് ഉച്ചകഴിഞ്ഞ് റോമിൽ നടന്ന ദേശീയ മാർച്ച് ഫോർ ലൈഫ് പ്രകടനത്തിൽ പങ്കെടുക്കാൻ ഇറ്റലിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകൾ വേനൽക്കാലത്തെ ചൂടിനെ അവഗണിച്ച് എത്തിയിരുന്നു. ജീവൻ തെരഞ്ഞെടുക്കാം എന്നതായിരുന്നു വാർഷിക ഘോഷയാത്രയുടെ മുദ്രാവാക്യം. മനുഷ്യജീവന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് മാർച്ചിന് മുന്നോടിയായി സംഘാടകർക്ക് അയച്ച സന്ദേശത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പങ്കുവച്ചു. ഗർഭധാരണം മുതൽ സ്വാഭാവിക മരണം വരെ മനുഷ്യജീവന്റെ സംരക്ഷണത്തിനും പ്രതിബദ്ധതയ്ക്കും പൊതുസാക്ഷ്യത്തിനും ഭാഗഭാക്കാകുന്നവരോട് പാപ്പ നന്ദി അറിയിക്കുകയും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും ധൈര്യത്തോടെ മുന്നോട്ടു പോകാൻ അവരോടായി പാപ്പ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. നൈജീരിയയിൽ സായുധധാരികൾ തട്ടിക്കൊണ്ടുപോയ വൈദികന്റെ മോചനത്തിനു വേണ്ടി പ്രാർത്ഥനയാചിച്ച് കത്തോലിക്ക രൂപത നേതൃത്വം. സെന്റ് റെയ്മണ്ട് ഡാംബ പള്ളിയിലെ ഇടവക വികാരി ഫാദർ മിക സുലൈമാനെയാണ് അക്രമികൾ തട്ടിക്കൊണ്ടുപോയത്. അതീവ സങ്കടത്തോടെയാണ് ഫാദർ മികയെ തട്ടിക്കൊണ്ടുപോയ വിവരം പുറം ലോകത്തെ അറിയിക്കുന്നതെന്നും വൈദികന്റെ മോചനത്തിനു വേണ്ടി പ്രാർത്ഥന യാചിക്കുകയാണെന്നും രൂപത ചാൻസലർ ഫാദർ നുഹുർ ഇലിയ പ്രസ്താവിച്ചു. 2009 മുതൽ ഇസ്ലാമിക് ഭീകര സംഘടനയായ ബൊക്കോ ഹറാം നടത്തുന്ന ആക്രമണങ്ങൾ രാജ്യത്ത് വലിയ വെല്ലുവിളി സൃഷ്ടിച്ചിരിക്കുകയാണ്. ആഫ്രിക്കയിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാഷ്ട്രത്തെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാനാണ് സംഘം ലക്ഷ്യമിടുന്നത്. ജീസസ് യൂത്തിന്റെ പ്രസിദ്ധീകരണമായ കെയറോസ് ഗ്ലോബലിന് കത്തോലിക്ക മാധ്യമ രംഗത്ത് അന്തർദേശീയ തലത്തിലുള്ള മികവിനുള്ള CMA പുരസ്കാരങ്ങൾ ലഭിച്ചു. പ്രയർ ആൻഡ് സ്പിരിച്വാലിറ്റി മാഗസിൻ വിഭാഗത്തിൽ ബെസ്റ്റ് ഫീച്ചർ ആർട്ടിക്കിൾ വിഭാഗത്തിലും കെയറോസ് ഗ്ലോബലിലെ ഫീച്ചറുകൾ ഒന്നാമതെത്തി. ബെസ്റ്റ് ലേഔട്ട് ഓഫ് ആൻ ആർട്ടിക്കിൾ, ബെസ്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് മാരേജ് വിഭാഗങ്ങളിലും കെയറോസിന് പുരസ്കാരമുണ്ട്. മാഗസിൻ ഓഫ് ഇയർ, മിഷൻ മാഗസിൻ വിഭാഗങ്ങളിലും കെയറോസ് ഗ്ലോബൽ പ്രത്യേക ജൂറി പരാമർശം നേടി. അമേരിക്കയിലെ അറ്റ്ലാന്റിൽ നടന്ന കാത്തലിക് മീഡിയ കോൺഫറൻസിലാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. ദരിദ്രർ സഭയുടെ സമ്പത്താണെന്ന് അനുസ്മരിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ 150 വർഷമായ റോമിലെ ദരിദ്രരെ സഹായിച്ചു വരുന്ന സർക്കുലൈസ് പിയാട്രോ എന്ന അസോസിയേഷനിലെ അംഗങ്ങളുമായി ജൂൺ 24-ന് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പാപ്പ ഇപ്രകാരം ഓർമ്മപ്പെടുത്തിയത്. നിങ്ങളുടെ യുവതലമുറയ്ക്ക് മൂല്യങ്ങളിലും അനുഭവ സമ്പത്തിലും അധിഷ്ഠിതമായ ഈ പൈതൃകം കൈമാറണം. കാരണം ജീവനുള്ള വിശ്വാസത്തിന്റെയും ദാനധർമ്മത്തിന്റെയും ദരിദ്രരോടുള്ള സ്നേഹത്തിന്റെയും സമ്പത്ത് നിങ്ങളിൽ നിന്നും നിങ്ങളുടെ യുവതലമുറയ്ക്ക് കൈമാറാൻ കഴിയുക എന്നത് നിസ്സാര കാര്യമല്ല. അവരുടെ ഊർജം, സർഗാത്മകത വളരെ വലുതാണെന്നും മാർപ്പാപ്പ അസോസിയേഷൻ അംഗങ്ങളെ ഉദ്ബോധിപ്പിച്ചു. 1869-ൽ പയസ് 9-ാമൻ മാർപ്പാപ്പയാണ് പാവപ്പെട്ടവരിലേക്ക് പരിചരണവും ഭക്ഷണവും എത്തിക്കാൻ ഒരു കൂട്ടം യുവാക്കളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഈ അസോസിയേഷന് രൂപം നൽകിയത്.